പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ മറ്റൊരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ വലിയൊരു ഫലമാണ് സമാധാനം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനുഷ്യർക്ക് സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ആർക്കും സമാധാനമില്ല. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വ്യക്തികൾക്ക് പോലും സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകം വ്യക്തികൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുള്ള പല കൗമാരക്കാർക്കും യൗവനക്കാർക്കും സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ധാരാളമുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് പോലും സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പോലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ഈ സമാധാനം തരുന്നത് ആരാണ്? സമാധാനം തരുന്നത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് സമാധാനം. ലേവ്യരുടെ പുസ്തകം വായിക്കുമ്പോൾ 26-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിലും സംഖ്യയുടെ പുസ്തകം 6-ന്റെ ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നൽകുന്ന സമാധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സമാധാനം കർത്താവ് ഈശോ മിശിഹ എല്ലാവർക്കും തരുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിൽ ജീവിക്കേണ്ടവരാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇന്ന് എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. എൻ്റെ സമാധാനം ഇപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ദാവീദിനും കുടുംബത്തിനും സമാധാനം നൽകിയെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവം. പഴയ നിയമ കാലഘട്ടത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമാധാനത്തിൽ മുമ്പോട്ട് പോകുന്ന സമൂഹത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും. അസമാധാനങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം സമാധാനത്തിൻ്റെ ദൂതൻ വന്ന് സമാധാനം നൽകുന്നു. അതായത് സമാധാനമായിട്ട് ദൈവം നമുക്കൊരു ചെങ്കടലിനെ പിളർത്തുന്നത് പോലും നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോയുടെ ഭടന്മാർ ഇസ്രായേൽ ജനത്തെ പിടിക്കാൻ വരുമ്പോൾ അനേകം അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. അവർ മോശയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ വീണ്ടും നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സമാധാനം നഷ്ടപ്പെട്ട ആ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വലിയ കടല് പിളർന്നുകൊണ്ട് വലിയൊരു വഴി അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ സമാധാനത്തിൽ അക്കരയിലേക്ക് നയിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അനേകം മേഖലകളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ദൈവം അവരുടെ അടുത്തേക്ക് കടന്നു വന്ന് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ സത്യവും ഈ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സമാധാനം നഷ്ടപ്പെട്ട് ചെങ്കടലിൻ്റെ മുൻപിൽ പുറകിലും മുൻപോട്ടും പുറകോട്ടും തിരിയാനും പാടില്ല, മുമ്പോട്ട് പോകാനും പാടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ സാമ്പത്തിക കടഭാരം മുഖാന്തരമാകാം. കടം വാങ്ങിച്ച ആളുടെ അടുത്തേക്ക് ചെല്ലത്തില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കടക്കാരുടെ ശല്യം, ഇങ്ങനെ പലതരത്തിലും. അതിനിടയ്ക്ക് കടക്കാരുടെ ശല്യം മാത്രമല്ല, കുടുംബമാണെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം നിർവഹിക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഭാര്യയുടെ കാര്യം നോക്കണം, സാമ്പത്തികമായ മേഖലകൾ നോക്കണം. കടക്കെണിയിൽ വീണ് നട്ടം തിരിഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ട്
മുമ്പോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ, പിറകോട്ട് നോക്കുമ്പോൾ വലിയ കടക്കാരൻ, കടം കൊടുക്കാനുള്ളവൻ വാളുമായിട്ട് നിൽക്കുന്നു. മുമ്പോട്ട് പോകാൻ പറ്റാതെ കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അസമാധാനം വന്നിട്ടുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ രാജാവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുകയും ആ കർത്താവിലേക്ക് തിരികുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ സമാധാനമാണ്. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. കാരണം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിലൊന്നാണ് നമുക്ക് തരുന്ന സമാധാനം. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സമാധാന ഉടമ്പടി ശാശ്വതമാണ്. കർത്താവിൻ്റെ ശാശ്വതമായ സമാധാന ഉടമ്പടി കണ്ടോ. കർത്താവിൻ്റെ ഉടമ്പടിയെക്കുറിച്ചും കൂടെ ഒരു പറയുന്നുണ്ട്, കർത്താവിൻ്റെ സമാധാന ഉടമ്പടി. അസമാധാനമല്ല, സമാധാനം നൽകാമെന്നുള്ളൊരു ഉടമ്പടി പോലും കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഉടമ്പടി നമുക്ക് സമാധാനം നൽകാം. ശാശ്വതം, ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നാളെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നിത്യമായ സമാധാനം നൽകുവാൻ സാധിക്കുന്ന കർത്താവിലേക്കാണ് പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും തിരിയേണ്ടത്. ഇന്ന് കർത്താവിലേക്ക് തിരിയേണ്ടതിന് പകരം ഇന്ന് സമാധാനം കിട്ടുവാൻ വേണ്ടി മനുഷ്യൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള സമാധാനവും കൂടി ആ ഓട്ടം കഴിയുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള സമാധാനം കൊടുക്കുന്ന പലതരത്തിലുള്ള ബോർഡുകളൊക്കെ ഇരിപ്പുണ്ട്. ആ ബോർഡുകളൊക്കെ കൊണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടു വരുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, സമാധാനം തരാൻ പറ്റുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് ഒരു വ്യക്തി തിരിഞ്ഞാൽ, കർത്താവിനെ നോക്കിയാൽ, കർത്താവിലേക്ക് ആ വ്യക്തി അടുത്താൽ അവൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് സമാധാനം ഒഴുക്കിക്കൊണ്ട് ദാവീദിൻ്റെ കുടുംബത്തിനും ദാവീദിനും സമാധാനം കൊടുത്തതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കും സമാധാനം നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് സമാധാനമെന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അങ്ങ് ദാവീദിനും കുടുംബത്തിനും സമാധാനം നൽകി. അവിടുന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ സമാധാന ഉടമ്പടി ശാശ്വതമാണെന്ന്. കർത്താവെ, എന്നും മരണം വരെ സമാധാനത്തിൽ ജീവിച്ച് അങ്ങയുടെ ഫലം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു സമാധാനദാതാവായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.